ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇല്ലേ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇക്ക ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല എന്നോട് ചോദിക്കലുണ്ട്. ആ വിശേഷങ്ങളും എല്ലാം ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിപ്പില്ലേ ഒന്ന് ഡ്രസ്സെല്ലാം ചെയ്തിട്ടേക്കുവാനുള്ള ഒരുക്കത്തിലാണ്. അതിനു മുമ്പായിട്ടില്ലേ ജസ്റ്റ് നിങ്ങളോടൊരു കാര്യം കൂടി ഷെയർ ആക്കാം. ഹായ്, ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. എന്നോട് അധികം പറയലുണ്ട് Q&A ചെയ്തോടെ എന്നെല്ലാം. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ചിരി വരും. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ നേരിട്ട് വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കും. ഞാനില്ലേ ഇന്ന് ഞാനൊക്കെയും കൂടിയിട്ട് ഒന്ന് പുറത്തു പോകാനുള്ള പരിപാടിയിലാണ്. കാര്യം ഇന്ന് സൺഡേ ആണ്. കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്. പ്രത്യേകിച്ചൊന്ന് മാർക്കറ്റിലെല്ലാം പോയിട്ട് മീനെല്ലാം വാങ്ങണമെന്നുണ്ട്. അങ്ങനെ ഒരുങ്ങേരം പിന്നെ കഴിഞ്ഞ വ്ളോഗിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ കഴിഞ്ഞത് ഞാൻ കഴിഞ്ഞ വ്ളോഗ് ചെയ്തത് പാരൻറ്റിങ് ടിപ്സ് അല്ലേ. അതിൽ എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിന് എനിക്ക് ആള് നല്ലൊരു പാരൻ്റാണ്, പക്ഷെ പഠിപ്പിക്കാനിരുത്തുന്ന സമയം ദേഷ്യം വരും, എന്നിട്ട് കുട്ടീനെ നല്ലോണം തല്ലും. അത് കഴിഞ്ഞ് പഠിപ്പിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സങ്കടം തോന്നുന്നു. ഇർഫാനെ കുറേ ഓൺലൈൻ ട്യൂഷൻസും കാര്യങ്ങളെല്ലാം അറിയണ്ടാവില്ലേ, അതിൽ ബെസ്റ്റ് ഏതാണെന്നൊന്ന് പറയുമോ എന്നെല്ലാം ചോദിച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് പാരൻസ് എനിക്ക് മെസ്സേജ് ആക്കലുണ്ട്. എപ്പോഴും ബെസ്റ്റായിട്ട് തോന്നൽ ആൽബിഡോ തന്നെയാണ്. വേറൊന്നുമല്ല, എൻ്റെ മക്കൾക്ക് ഞാൻ ഒരുപാട് വർഷമായി ആൽബിഡോൻ്റെ ട്യൂഷൻസ് കൊടുക്കുന്നത്. നല്ല റിസൾട്ടും ഉണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ആൽബിഡോയിൽ അഡ്മിഷൻ എടുത്ത 90% കുട്ടികളും 80% കൂടുതലും മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കുട്ടികളിലെ നിങ്ങൾക്ക് ആൽബിഡോയിൽ അഡ്മിഷൻ എടുപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ പിൻഡ് കമൻറ്റ് ആയിട്ടും പിന്നെ വാട്സപ്പ് ലിങ്കും കൂടി കൊടുക്കുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരുടെ വാട്സപ്പിലേക്ക് പോകും. നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് നിങ്ങളെ മക്കളെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാപനം തന്നെയാണ് ആൽബിഡോ. അപ്പോൾ എന്താ ഡൗട്ടെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, ഇനിയിപ്പം ഞാനൊക്കെയും കൂടിയിട്ട് ഒന്ന് പോലാന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിട്ടോന്നും അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് മീനും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ട്. പിന്നെ ഉച്ചക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതിലുണ്ടാക്കാനുണ്ട്. പിന്നെ മക്കളുടെ കാര്യം മറക്കണ്ട, നമ്മൾ തന്നെയല്ലേ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ എന്തായാലും നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഓൺലൈൻ ട്യൂഷൻ തന്നെയാണ് ആൽബിഡോ. അപ്പം എന്നാ ഞാൻ പോയിട്ട് വരാം, ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ കണ്ടോട്ടെ. അങ്ങനെ ഇതാ ഞാനും ഒക്കെയും മുഹമ്മദും കൂടിയിട്ട് മാർക്കറ്റിലേക്കെല്ലാം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോലാന്ന്. മൈസിമനിയുമില്ല, ഉമ്മാൻ്റെ കൂടെ അവർ കോഴിക്കോട് പോയിട്ടാണ് ഉള്ളത്. മക്കൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഇഷ്ടം കുറവാണ്. എന്നാൽ എനിക്ക് ഇങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങാം. ഇപ്പം എന്നുണ്ടെങ്കിൽ മീന് മുട്ടയിലുള്ള സമയമല്ലേ, മത്തിക്കെല്ലാം മുട്ടയില്ല സമയമല്ലേ. എനിക്ക് കുറേ നാളായി വാങ്ങണം. ഒരാഴ്ച 2 ആഴ്ച എങ്ങാനും അതിനേക്കാനോട് പറയുന്നത്. ഷിക്കിയും ഞാനും തമ്മിൽ കുറേ സ്വഭാവത്തിൽ ഡിഫറൻസ് ഉണ്ട്. റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമെന്ന് എന്നോട് കമൻറ്റിൽ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിനി. എനിക്ക് ഞാനും തമ്മിൽ സ്വഭാവത്തിൽ കുറേ വ്യത്യാസമുണ്ട്. അതിലൊന്നാണ് ഈ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുക, അങ്ങനത്തെ കാര്യത്തിലെല്ലാം. അറിയും മാർക്കറ്റിലെല്ലാം പോകുന്നത് ആൾ കൊണ്ടുവരൂലേ, വാങ്ങിയാൽ പോരെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടൂലേ എന്നാണ്. എന്നാലില്ലേ മാർക്കറ്റിൽ പോയിട്ട് മീനെല്ലാം നോക്കി അങ്ങനെ വാങ്ങാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ കടപ്പുറത്തെല്ലാം മീനെല്ലാം വരുമെന്ന് അറിയില്ല, അതൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ കണ്ടിട്ട് വാങ്ങാനെല്ലാം. പിന്നെ ഈ പുഴയിൽ മീൻ പിടിക്കലില്ലേ, അതെല്ലാം എൻജോയ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ആ കയ്യിലൊന്നും താല്പര്യമില്ല. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെടി നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗാർഡൻ ചെയ്യാൻ. എൻ്റെ വീട്ടിൽ മുറ്റത്തും ഫുള്ളില്ല ചെടികൾ. എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, ഞാൻ മാത്രം ചെയ്ത കാര്യമാണ്. എന്നോട് അറിയല് ചെടി വാങ്ങുമ്പോൾ എന്തിനാ വെറുതെ, അത് ഇഷ്ടമല്ല, ചെടികളും ഇഷ്ടമില്ല. ഇങ്ങനെ മണ്ണോട് കളിക്കുന്ന സംഭവം നിങ്ങൾ ഇഷ്ടം കുറവാണ്. കറിക്കൊക്കെ കഴിക്കാൻ അലർജി വരുമെന്ന് അറിയും. പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചക്കറി തോട്ടം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ചെടികൾ, ഫ്രൂട്ട്സിൻ്റെ തൈകൾ എല്ലാം ഞാൻ തന്നെ അങ്ങനെ വാങ്ങുന്നതാണ്. നിർബന്ധിച്ച് കഴിഞ്ഞാൽ കുഴിച്ചിട്ട് തരും. അങ്ങനെ കറി നിന്നോട് ഇഷ്ടം കൊണ്ട് മാത്രം ഞാൻ ഇതെല്ലാം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് കുഴിച്ചിട്ട് തരില്ല. അങ്ങനെ ഞാൻ എന്ത് വാങ്ങിക്കഴിഞ്ഞാൽ 1 ആഴ്ച 2 ആഴ്ച എടുക്കുന്നു. കാര്യം എനിക്ക് ഇങ്ങനെ കൈക്കോട്ടോട് കുത്തുമ്പോൾ എനിക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നമുണ്ട്, എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിൽക്കാൻ തന്നെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ഞാനൊക്കെയും കൂടി ഏറ്റവും കൂടുതൽ അടിയാവുന്ന സംഭവങ്ങൾ ഇതല്ലോണേ, ഈ ചെടീൻ്റെ കാര്യം.
ഇക്കാക്ക് മുറ്റം പ്ലെയിനായിട്ട് കാണാനുള്ള ഇഷ്ടമാണ്. കാരണം ഉണ്ടെങ്കിൽ നല്ല ഗാർഡനിങ്, എന്താ പറയുക, നല്ല ചെടി മൊത്തം വീടിൻ്റെ ഉള്ള പോലും ചെടിയായിട്ട് നടക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. പക്ഷെ ഒക്കെ വിടൂല, ഇക്കാക്ക് ഇഷ്ടം കുറവാണ്. അങ്ങനെ അങ്ങനെ തന്നെ ആയിരിക്കില്ല അധികം ഹസ്ബൻഡും വൈഫും ഉണ്ടാകല്, വിപരീത സ്വഭാവമായിരിക്കൂലേ. അങ്ങനെ ഇക്കാനോട് കുറേ ആയിട്ട് പറഞ്ഞിട്ട് അവസാനം ഈ പ്രാവശ്യം ഈ ഞായറാഴ്ച നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാനൊക്കെയും കൂടിയിട്ട് പോയിട്ട് മീനെല്ലാം വാങ്ങി. നല്ല രസമല്ലേ, ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മളിങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മീൻ വാങ്ങുന്നതിലും അവിടെ പോയിട്ട് മീൻ വാങ്ങലൊരു പ്രത്യേക ഫീലല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ തിരിച്ചു വരുത്താന്ന് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ടായി. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇക്കാക്ക് എന്താ പറയുക, അങ്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്, എന്നാൽ ഇഷ്ടപ്പെടാത്ത ഗുണങ്ങളുണ്ട്. അങ്കും എന്താ പറയുക, അന്നിലും ഇക്കാക്ക് കുറേ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇഷ്ടപ്പെടുന്നതുണ്ട്. അങ്ങനെ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരായിരിക്കൂലേ. അപ്പോൾ ആ സ്വഭാവത്തിലും വ്യത്യാസം ഉണ്ടാവും. പിന്നെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക, അത്ര തന്നെയാണ്. നമ്മൾ പാർട്ട്ണറിൻ്റെ എന്താ പറയുക, നമ്മളെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് മനസ്സിലാക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചിലർക്ക് കേൾവിയായിരിക്കും, ചിലർക്ക് സ്പർശനായിരിക്കും, ചിലർക്ക് എന്താ പറയുക കാഴ്ചയായിരിക്കും. അങ്ങനെ അപ്പം അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ പക്കാ നമ്മളെ തരികടായിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവും, നമ്മൾ പറ്റിക്കുന്ന മറ്റുള്ള എന്താ പറയുക അഫെയറും കാര്യങ്ങളും എന്താ പറയുക നമ്മൾ ഉണ്ടായിട്ടും നമ്മളെ ചതിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരോടൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ വിട്ടിട്ട് അവർ പോവില്ല, വേറെ തേടി പോവില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അതല്ലാത്തവരുടെ കേസാണ് ഞാൻ പറയുന്നത്. പിന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ ഫേക്കായിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവില്ലേ, ഫ്രണ്ട്സ്, ഗ്യാങ്, പിന്നെ മറ്റ് സ്ത്രീകളായിട്ടുള്ള ബന്ധം, അങ്ങനെയുള്ളവരെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു സാധാ ഒരു നോർമൽ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ എന്തായാലും അടിയുണ്ടാവും, സ്നേഹമുള്ളിടത്ത് അടിയുണ്ടാവും. പക്ഷേ നമ്മൾ അവരുടെ ആ ഒരു ലവ് ലാംഗ്വേജ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഇക്കൊക്കെ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ഒക്കെ ഹെൽപ്പ് ചെയ്യലൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കുന്ന സമയം ഇക്കാൻ്റെ ഉമ്മ നല്ലോണം ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ പണിയൊന്നും എടുക്കുന്ന കൂട്ടത്തിലൊന്നല്ല. പക്ഷേ എന്നെ കല്യാണം കഴിച്ച് ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഞാനാണെങ്കിൽ ഹെൽപ്പിന് ആരെയും വെക്കുകയും ചെയ്യില്ല. എനിക്ക് പെർഫെക്റ്റായിട്ട് എല്ലാം കാണണം, ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ തുടങ്ങി, എൻ്റെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി. അതിന് ശേഷിയില്ലേ എന്നെ ഹെൽപ്പ് ചെയ്യലുണ്ട്. ഇപ്പം ഞായറാഴ്ച എന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി എനിക്ക് കഴുകി തരും. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് എന്തെങ്കിലും കുക്കിങ്ങിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും. അങ്ങനെ നമ്മൾ ഭർത്താവിനെ അങ്ങനെ നമ്മളെ സ്വഭാവത്തിലൂടെ നമ്മളെ ഭർത്താവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പാർട്ട്ണറും അങ്ങനെ മെല്ലെ മെല്ലെ മാറി വരും. അതിപ്പം എന്താ പറയുക, നമ്മളെ സ്നേഹമുള്ള ആൾക്കാർ മാത്രമേ അങ്ങനെ മാറി വരും കേട്ടോ. നമ്മളെ ചതിച്ചിട്ട് വേറെ എടുത്ത് പോകുന്ന ആൾക്കാർ ഒരിക്കലും മാറൂല, നമുക്ക് മാറ്റാനും കഴിയൂല. പക്ഷേ നമ്മളോട് സ്നേഹമുള്ള പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് സ്വഭാവം ഉണ്ടെങ്കിലും കുറച്ചെല്ലാം അവർ മാറാൻ തുടങ്ങും. നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളോട് അവരുടെ പെരുമാറ്റം. അങ്ങനെ ഞാനില്ലേ ഒരു കത്തി വാങ്ങിയിട്ടുണ്ട്. അതിന് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. കണ്ടൊരു ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയതാണ്. എന്നോട് പറഞ്ഞാൽ അത് ക്വാളിറ്റി ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല എന്നാണ്. പക്ഷെ എനിക്ക് മാഷാഅല്ലാഹ് ഒരു കാര്യം കണ്ടതിന് അതിന് ക്വാളിറ്റി ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ വേഗം മനസ്സിലാവും. പക്ഷേ എനിക്കത് വിശ്വസിക്കുകയും ചെയ്യില്ല. ഞാൻ പറയും ഞാൻ കാണിച്ചു തരാം, എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം അത് യൂസ് ചെയ്തിട്ട് അത് ക്വാളിറ്റി ഉണ്ടാവോ ഇല്ലയോ എന്നല്ല. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ വാങ്ങിയതാണ്. പക്ഷേ മാഷാഅല്ലാഹ് അടിപൊളി കത്തിയാണ്. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ. നല്ല നമ്മൾ മൂർച്ചാന്നറിയും, നല്ല മൂർച്ചയുണ്ട്, പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനെല്ലാം പറ്റുന്നുണ്ട്, കാണാനെന്നെങ്കിലും അടിപൊളിയും. നമുക്ക് കിച്ചണിൽ തന്നെ ഒരു ഷോ പീസായിട്ടെല്ലാം വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം. വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ കേട്ടോ. ഞാൻ ലിങ്ക് കൊടുക്കാം, താലിൽ കൊടുക്കാം. നിങ്ങൾക്ക് താലിലൊരു പിക്ചറായിട്ട് കാണും, നിങ്ങളതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ മീനെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഞാൻ മീനായിട്ട് വാങ്ങിയതില്ലേ എന്താ പറയുക, നങ്ക് വാങ്ങിയിട്ടുണ്ട്. അതിന് ആ ഒരു മാന്തളിൻ്റെ ഒരു വലിയ സൈസുള്ള സംഭവമില്ലേ, അത് വാങ്ങിയിട്ടുണ്ട്. അതിന് പിന്നെ നത്തൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മത്തി 1 കിലോന് തന്നെ വാങ്ങിയിട്ടുണ്ട്. അതിന് ഇത്രയും മീനും നമുക്ക് വേണ്ട. സംഭവം എന്താ പറയുക, ഞാനൊക്കെയും മീൻ കൂട്ടും.
മുഹമ്മദും മൈസിയും മനിയും മീൻ കൂട്ടൂല. മുഹമ്മദ് ചെമ്മീൻ കൂട്ടും. പക്ഷേ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിൽക്കാക്കും പറ്റൂല. അതുകൊണ്ട് ചെമ്മീൻ ഒരു 1/2 കിലോനാ 1/4 കിലോനാ എങ്ങാനും വാങ്ങിയിട്ടുണ്ട്. നെത്തളൊരു 1/4 കിലോ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നങ്ക് 1/2 കിലോ വാങ്ങിയിട്ടുണ്ട്. മത്തി 1 കിലോ വാങ്ങിയിട്ടുണ്ട്. കാര്യം മത്തി 2-3 കിലോ വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കാര്യം മത്തിയിൽ മുട്ടയുള്ള സമയമല്ലേ ഇത്. എന്നാലല്ലേ കുറച്ചെങ്കിലും നമുക്ക് മത്തിൻ്റെ മുട്ട കിട്ടാം. നിങ്ങളെന്താന്ന് അതിന് പറയുന്നറിയില്ല. നമ്മൾ മുട്ട എന്ന് പറയും. എണറ്, ചില നാട്ടിൽ എണറെന്നെങ്ങാനുമാന്ന് പറയൽ. അങ്ങനെ ഇക്കാരണം 1 കിലോ മത്തിയിൽ എന്തിനാന്ന് എനിക്ക്. ഞാൻ പറഞ്ഞു 1 കിലോ മത്തി വാങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക മുട്ട കിട്ടുമെന്ന്. അങ്ങനെ എന്താ പറയുക, ഞാൻ അന്നത്തെ ദിവസം തന്നെ മത്തി ഫുൾ വെച്ചിട്ടുണ്ടായിനെ. കാര്യം മത്തിക്കറി പിറ്റേ ദിവസം ചൂടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിക്ക് ടേസ്റ്റ് കൂടുമല്ലോ. അങ്ങനെ പിന്നെന്താ, ഞാൻ എല്ലാം കട്ടാക്കി ക്ലീനാക്കി എടുക്കലാണ്. രാവിലെ തന്നെ ഫ്രഷ് ആയാലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിനെ. അതുകൊണ്ട് തന്നെ മീൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ കുറേ നാളായി മീൻ വാങ്ങിയിട്ട്. കാര്യം കുട്ടികൾ കൂട്ടാത്തതുകൊണ്ട് ഓർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കൽ. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ മക്കളില്ല, ഒരു 3-4 ദിവസത്തേക്ക് അവർ പോയതാണ്. ഉമ്മയും ഉപ്പയും മക്കളും അങ്ങനെ പോയതാണ്. അപ്പോൾ എന്തായാലും മീൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ മുഹമ്മദിനൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓനക്ക് പരിപ്പറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പരിപ്പറിയും ചെമ്മീൻ പൊരിച്ചും ഇഷ്ടമാണ്. അങ്ങനെ ഓനക്ക് ചെമ്മീനും കൂടി വാങ്ങിയിട്ടുണ്ടായിനെ. ഓൻ ഒതേൻസിൽ നിന്നെല്ലാം പൊരിക്കണം എന്ന് എന്താ പറയുക, ഒതേൻസിൻ ഹോട്ടലില്ലേ അവിടുത്തെ ചെമ്മീൻ ഫ്രൈ എല്ലാം വേണമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിപ്പിച്ചതാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കലാണ്. ഈ ഒരു കത്രികയിൽ അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. നല്ല മൂർച്ചയുണ്ട്. നമ്മൾ മൂർച്ച എന്ന് പറയും. നല്ല എന്താ പറയുക, നല്ലോണം കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാണ്. അങ്ങനെ പിന്നെന്താ, ഇനിയിപ്പം എല്ലാം കട്ട് ചെയ്തെടുക്കലാണ്. പിന്നെ ഇത് എനിക്ക് ഫുള്ളും കട്ട് ചെയ്യണമെന്നുണ്ട്. കാര്യം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യലും ഉണ്ടാവില്ല, എടുക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാനില്ലേ മീൻ എന്താ പറയുക ഫ്രിഡ്ജിൽ വെക്കും മുമ്പേ മൊത്തം കട്ട് ചെയ്ത് മുളക് ഉപ്പെല്ലാം പറ്റി കൊടുത്തിട്ട് അങ്ങനെ ബോക്സിലാക്കിയിട്ട് വെക്കലാണ്. അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ പരിപ്പറിയായാലും എന്താ പറയുക മത്തൻ്റെ കറി ആയാലും എന്തായിക്കഴിഞ്ഞാലും പെട്ടെന്ന് മീനെല്ലാം എടുത്തിട്ട് ഫ്രൈ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം ഒരുമിച്ചിട്ട് കട്ട് ചെയ്യലാണ്. പക്ഷെ ഫുഡാക്കുമ്പം എന്താ പറയുക, ഇത് കട്ട് ചെയ്യാനെന്ന് നിന്ന് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്നത് ലേറ്റ് ആവും. അപ്പോൾ ഇക്ക പറഞ്ഞു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇക്ക അപ്പുറത്ത് നിന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വണ്ടിയെല്ലാം കഴുകലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ വണ്ടി കഴുകൽ കുറവാണ്. ഇക്ക എപ്പോഴും പറയും എന്നോട് എന്തിന് എന്താ പറയുക വണ്ടിയെല്ലാം ഒന്ന് കഴുകിക്കൂടെ, വൃത്തിക്ക് സൂക്ഷിക്കണം വണ്ടിയിൽ നിന്ന്. ഞാൻ വീട് മാത്രം വൃത്തിക്ക് സൂക്ഷിക്കും, വണ്ടി വൃത്തിക്ക് സൂക്ഷിക്കലില്ല. അപ്പോൾ ഇക്ക തന്നെയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്, ഇക്കും മുഹമ്മദും. പക്ഷെ ഇക്ക കഴുകാൻ കഴിഞ്ഞാൽ മുഹമ്മദ് വിടുകയും ചെയ്യില്ല, ഓനിക്ക് എന്നെ കഴുകണമെന്ന് പറയും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ മുട്ടയും കൂടി എന്താ പറയുക മത്തിയും കൂടി അങ്ങനെ കട്ടാക്കി എടുക്കലാണ്. എനിക്ക് മത്തിൻ്റെ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ടേസ്റ്റ് അല്ലേ കഴിക്കാൻ വേണ്ടിക്ക്, ഫ്രൈ ചെയ്തിട്ടെല്ലാം കഴിക്കാൻ വേണ്ടിക്ക്. പണ്ടെല്ലാന്നുണ്ടെങ്കിലേ നമ്മളെ വീട് പുതിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമ്മൾ കാരണന്മാറിൽ ഒരു കാരണവറുണ്ട്. ഈ എന്താ പറയുക ബീച്ചിൻ്റെ എന്താ പറയുക കടലിൻ്റെ അരുവത്താണ് നമ്മളെ വീട്. അരുവത്തല്ല എന്നാലും ആ ഒരു ഏരിയയിലാണ്. അന്നേരമെല്ലാം കുറേ മീനെല്ലാം വരുമല്ലോ, കുറേ മീനെല്ലാം പടാന്ന് അറിയും. ആ സമയമെല്ലാം എൻ്റെ കാരണവരെല്ലാം ഇങ്ങനെ കൊണ്ടുവരും. അന്നേരം കുറേ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ചുട്ടെടുക്കെല്ലാം ചെയ്യും. എന്നിട്ട് നമ്മളിങ്ങനെ 3 ഫാമിലിയാണ്, ഉമ്മാൻ്റെ 2 ഏട്ടത്തിമാർ, അങ്ങനെ അവരെ മക്കൾ, അവരെല്ലാവരും കൂടി ഒരു വീട്ടിലാണ്. അപ്പം ഓരോരാൾക്ക് ഓരോരോ പ്ലേറ്റ് മുട്ട, ഓരോരോ ഫാമിലിക്ക് ഓരോ പ്ലേറ്റ് മുട്ട ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ എടുക്കും. നല്ല രസമൊന്നും അന്നേരം നോമ്പിനെല്ലാം എല്ലാവരും ഒരുമിച്ചിട്ട് കൂടിയിട്ട് ഫുഡ് കഴിക്കുക, കുക്ക് ചെയ്യാന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര അടിപൊളിയല്ലേ. ഒക്കെ മത്തി കാണുമ്പോൾ എപ്പോഴും ആരോ സീൻ ഓർമ്മ വരും. എൻ്റെ ചെറുതിൽ ഒരു 10 വയസ്സാ 9 വയസ്സെങ്ങാനും ഉള്ള ഓരോന്ന് മുറ്റത്ത് നിന്നിട്ട് എല്ലാവരും ഇക്കാക്കമാരുണ്ടാവും, മുത്തമ്മമാരുണ്ടാവും, എല്ലാവരും ഒരുമിച്ച് കസിൻസും എല്ലാവരും ഉണ്ടാവും, ഒരുമിച്ച് കൂടിയിട്ട് അങ്ങനെ ചിക്കനും എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ ഭയങ്കര രസമാണ്. നമ്മളെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ കുക്കിങ്ങിനാണ് ടൈം കണ്ടെത്താം. അങ്ങനെ എല്ലാവർക്കും കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ഇക്കാനോട് ഉപ്പും മുളകെല്ലാം ഇട്ട് തരാൻ പറഞ്ഞതാണ്. കയ്യോടെ തന്നെ അത് മുളക് വരട്ടി വെച്ച് കഴിഞ്ഞാൽ പണി തീർന്ന്. അങ്ങനെ അപ്പം ഞാൻ നെത്തളും ചെമ്മീനും എല്ലാം തൊലിച്ചെടുത്തിട്ട് മത്തി കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ പറയുക
എനിക്കില്ലേ മുഹമ്മദ് പറഞ്ഞത് ഒതേൻസ് ഹോട്ടലിലത്തെ ഫ്രൈ എല്ലാം വേണമെന്നു. പക്ഷേ ഇല്ലേ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ തീർന്നു പോയി. അപ്പം ഞാൻ ഒലീവ് ഓയിലാണെന്ന് എനിക്ക് ഫ്രൈ ആക്കി കൊടുത്തത്. ഒലീവ് ഓയിൽ അറിയാലോ, ഫ്രൈ ആക്കി കൊടുത്തതിനാൽ ഒരു 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 ടേസ്റ്റ് ഇല്ലാത്തൊരു സ്മെല്ലല്ലേ ഉണ്ടാവുക. എന്നിട്ട് ഓന് ഫുഡ് കഴിക്കുമ്പോൾ ചോദിക്കലാന്ന് ഇതെന്താണെന്നോ ഒതേൻസിലെ എന്താ ചെമ്മീൻ ഫ്രൈ പോലെ അല്ലാത്തതെന്ന്. കാര്യം നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കുമ്പോഴല്ലേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഒലീവ് ഓയിൽ എന്ന് പറയുമ്പം വേറെ തന്നെ ഒരു സ്മെല്ലിൽ ഉണ്ടാവുക. അങ്ങനെ ഞാൻ ആദ്യം ഇക്കാനോട് പറഞ്ഞു നമുക്ക് വെളിച്ചെണ്ണ വാങ്ങാൻ മറന്നുപോയതാണ്. എങ്കിലേ ഈ മില്ല് നാട്ടിയ വെളിച്ചെണ്ണ തന്നെ വാങ്ങണമെന്ന് നിർബന്ധമാണ്. അതെന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ പുറത്തുനിന്ന് വെളിച്ചെണ്ണ വാങ്ങൽ കുറവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഈ സൺഫ്ലവർ ഓയിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡ് വിന്നർ അങ്ങനത്തെ ഓയിലല്ലോ വാങ്ങൽ. വെളിച്ചെണ്ണ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും പാക്കറ്റ് വാങ്ങുകയും ചെയ്യില്ല. എനിക്ക് വെളിച്ചെണ്ണ മില്ലിൽ നാട്ടിയ വെളിച്ചെണ്ണ തന്നെ ഫ്രഷ് ആയിട്ട് വേണമെന്നാണ് ചിന്തിക്കൽ. അതുകൊണ്ട് പിന്നെ ഇക്ക പോയിട്ട് വാങ്ങേണ്ടതല്ലേ, വിട്ടു. അങ്ങനെ ഇക്കൊക്കെ ഓൾറെഡി നല്ല തിരക്കാണ്. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു തരാൻ എന്താ പറയുക മറന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലില്ലേ ഭയങ്കര ഈസി ആയിരിക്കും കുക്കിങ്. ഒരു ദിവസം നമുക്ക് പരിപ്പറി ഉണ്ടാക്കാം, ഒരു ദിവസം മത്തൻ കറി ഉണ്ടാക്കാം, ഒരു ദിവസം മീൻ കറി ഉണ്ടാക്കാം. അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ശേഷം എൻ്റെ കുക്കിംഗ് എല്ലാം ഭയങ്കര ഈസിയാണേ. ഇപ്പം ഇതാ മീൻ്റെ മുട്ടയെന്ന് അതെല്ലാം. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ കുമ്പളം വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങ് പണ്ടില്ലേ ഈ കുമ്പളവും മത്തനും തമ്മിൽ വ്യത്യാസം മനസ്സിലാവില്ല. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തൊരു വീഡിയോയിൽ കുമ്പളം മത്തനെങ്ങാനും പറഞ്ഞിട്ട് അങ്ങ് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിന്. പിന്നില്ലേ ഇതെല്ലാം ഞാൻ കുറച്ചധികം ഇങ്ങനെ ആക്കിയിട്ട് തന്നെയാണ് കട്ടയിൽ. കാര്യം കോഴിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കോഴിക്ക് പ്രത്യേക ഫുഡൊന്നും കൊടുക്കലില്ല. നമ്മൾ വീട്ടിലെ ഫുഡ് വേസ്റ്റ് തന്നെയാണ് കൊടുക്കൽ. അപ്പം കുറച്ച് തടിങ്ങനെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യൽ. മീനായാലും അങ്ങനെ കോഴിക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്യൽ. കാര്യം ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ എന്നോട് പറയും എന്തിനാ ഇത്രയും വേസ്റ്റ് ചെയ്തതെന്ന്. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി എന്താ പറയുക മുൻകൂട്ടി ജാമ്യം എടുക്കാമെന്നല്ലോ പറയില്ലേ, മുൻകൂട്ടി ഞാൻ പറഞ്ഞത് ഇത് കോഴിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. കോഴിക്കും ഫുഡെല്ലാം എന്താ പറയുക വീട്ടിലുള്ള ഫുഡെല്ലാം ആക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതലില്ല. ഇപ്പം ഞാൻ മീൻ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീൻ്റെ ആ ഒരു ബ്ലഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അത് ശേഖരിച്ച് വെക്കാനായിരിക്കും ഇൻട്രസ്റ്റ് കൂടുതലുണ്ടാവുക. കാര്യം ചെടിക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിക്ക്. ഇപ്പോൾ ബീഫ് കഴുകുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉണ്ടാവില്ലേ എന്താ പറയുക അതന്നെ. പിന്നെ അതിൽ ഒരു ബക്കറ്റിൽ ഞാൻ എടുത്ത് വെക്കലുണ്ട്. കാര്യം എനിക്ക് ചെടിക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിക്ക്. അത് ചെടിക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും, പെട്ടെന്ന് ചെടി വളരും. പിന്നെ ഇങ്ങനെ പച്ചക്കറി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കോഴിക്ക് കൊടുക്കാനുള്ള ചിന്തയായിരിക്കും മനസ്സിലേക്ക് കൂടി ഓടാം. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുക. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കുറേ പച്ചക്കറീൻ്റെ മീൻ്റെ എല്ലാം വേസ്റ്റ് ഉണ്ടാവും. ആ കാര്യം പാവം കോഴിക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെന്താ താറാവെല്ലാം ആണെന്നുണ്ടെങ്കിൽ മഴയെല്ലാമായിട്ട് കൂട്ടിൽ കയറിയിട്ട് വെളുത്ത താറാവ് ഇപ്പം എന്താ പറയുക ഒരു ബ്രൗൺ കളർ താറാവായിട്ട് മാറി. എന്താണെന്നറിയില്ല, കൂട്ടിൽ കയറുന്നേയില്ല. ഞാനും എൻ്റെ അപ്പുറത്തെ ചേച്ചിയും ഒരു എന്താ പറയുക ക്ലീനിങ്ങിന് പുറത്ത് മുറ്റം ക്ലീൻ ചെയ്യാനൊരു വന്നിട്ടുണ്ടായിന്. അവരെല്ലാം കൂടിയിട്ടില്ലേ കുറേ കോഴിനെ കയറ്റി. പിന്നെയും അത് ഫുഡ് കഴിക്കാൻ വേണ്ടിക്ക് പിന്നെയും ഇറങ്ങും. നമുക്ക് ഒന്ന് ചെറുതിലേ കൂട്ടിൽ കയറ്റിയിട്ട് ശീലിപ്പിച്ച് കഴിഞ്ഞാലേ കൂട്ടിൽ കോഴി കയറും, ഇല്ലാന്നുണ്ടെങ്കിൽ കയറൂല. ഇതിപ്പം നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തെ കൂട്ടിയിലല്ലേ ചെറുതിലേ ഉണ്ടായേ, അതുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്ക് തന്നെ വരാനാ നോക്കുന്ന കോഴി. അങ്ങനെ അതിനിടയിൽ ഇക്ക ചോറിനുള്ള വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്. അനക്കാണെന്നുണ്ടെങ്കിൽ ആ സാധാ വൈറ്റ് കളർ ചോറാണ് ഇഷ്ടം. ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുത്തരി ചോറെന്ന് പറയൂലേ, ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അതാണ് ഇഷ്ടം. രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പച്ചടി ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്ക്. ഞാനത് കുറച്ചധികം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കാര്യം ഒക്കെ പിറ്റേ ദിവസം എല്ലാം കൂട്ടും. അത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് അന്നേരം തന്നെ കോരി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനിതാ കറി ഉണ്ടാക്കാൻ വേണ്ടിക്ക് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ അടുത്ത വീഡിയോയിൽ എൻ്റെ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ കാണിക്കാം. നിങ്ങൾ നോക്കിയേ, ഞാനിത് 3 വർഷമെങ്ങാനുമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. കംപ്ലൈൻറ്റ് ഇല്ലാത്തതിന് കാര്യം ഞാനിത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി നല്ലോണം തുടച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ. അഥവാ നിങ്ങൾക്ക് തുരുമ്പുടിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടാവില്ല, അത് വെച്ച് നല്ലോണം ഉരച്ച് കഴുകി ഒന്ന് ചൂടാക്കിയിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് സൂക്ഷിക്കുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ എന്തൊരു അടിപൊളിയാണെന്ന് പറയുക, ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. ഞാനിതിൽ ഒരു ഉള്ളി 2 തക്കാളി അതുപോലെ ഒരു 6 വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിയിലേക്ക്. പിന്നെ ഇതിലേക്ക് പച്ചടിയിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് എന്നിട്ട് പച്ചമുളക് വെളുത്തുള്ളി ഈ
കുമ്പളം കുമ്പളം തന്നെ ഇനി പറയുന്നത് കറക്റ്റ് അറിയില്ല. കുമ്പളം തന്നെ, കുമ്പളവും കൂടി ഇട്ട് കൊടുക്കില്ല എന്നെങ്കിൽ വെള്ളരി ആയാലും കുഴപ്പമില്ല. എന്നിട്ടില്ലേ എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഞാനിപ്പം ഒരു പകുതി എന്താ പറയുക, പകുതി കുമ്പളത്തിന് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മീനും കൂടി ഫ്രൈ ആക്കലാണ്. ഇതാ മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, മൊത്തം മീനെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് എന്നെ കുറേ സമയമായിട്ടുണ്ടേ. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ സ്പീഡിലെല്ലാം കഴിയും. ഇതിപ്പം എല്ലാ പാത്രവും ഞാൻ ഒരുമിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയെല്ലാം വഴന്ന് വന്നേരില്ലേ, ഇതിലേക്ക് എന്താ പറയുക, ഞാൻ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ നല്ല പുളി ഉണ്ടാവില്ലേ, അതിട്ട് കൊടുക്കുക. പുളിവെള്ളില്ലേ, അതിട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂണോളം മല്ലി മുളക് മിക്സും 1 ടേബിൾ സ്പൂണും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. എനിക്ക് ഈ മൺചട്ടിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം കാസ്റ്റ് ചെയ്യാനുള്ള കുക്ക് ചെയ്യാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിക്ക്. റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാലില്ലേ ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് കറി മതിയാവും, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലോണം തിളച്ച് വന്ന് അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന സമയം മീനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ മൊത്തം മീൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നില്ലേ ഞാൻ പറയാൻ വിട്ടുപോയത്, മത്തിക്കറിക്ക് ഉലുവ പൊട്ടിക്കണേ ആദ്യം, കുറച്ചുകൂടി ടേസ്റ്റ് അടിപൊളിയായിരിക്കും. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് കുക്കാക്കാൻ വെക്കലാന്ന്. ഒരു 5 മിനിറ്റ് കൊണ്ടെല്ലാം കറി റെഡി ആവൂലേ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കലാന്ന്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കലാന്ന്. അപ്പോഴേക്കും മത്തി ഫ്രൈയും നമ്മുടെ എന്താ പറയുക ആ ഒരു വെള്ളരിയല്ല കുമ്പളം വെച്ചിട്ടുള്ള പച്ചടിയില്ലേ അതും കൂടി റെഡിയാവേ. അതൊന്ന് കുക്കായിട്ട് വന്നതിനാലില്ലേ അതിലേക്ക് തേങ്ങ അരക്കണം. 1/2 മുറി തേങ്ങയിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളകല്ലേ 1/2 മുറി തേങ്ങയിലേക്ക് 1/2 ടീസ്പൂണ് കടുക്, 1/2 ടീസ്പൂണ് ഉലുവ, ചെറിയ ജീരകം കുറച്ച് മാത്രം എല്ലാം ചേർത്തിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. നല്ലോണം പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ അടിച്ചെടുക്കുക. കടുകും ഉലുവയും ചേർത്ത് കഴിഞ്ഞാൽ പച്ചടിയിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കുക. എന്നിട്ടൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ആ ഒരു ചൂടോടെ തന്നെ നമുക്ക് 1 കപ്പ് നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മോര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡിയാവും. എൻ്റെ ഇക്കാവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാൻ അധികം ഉണ്ടാക്കുമ്പം കുറച്ചധികം ഉണ്ടാക്കും. ഇക്കാക്ക് ഇത് വെറുതെ കഴിക്കാൻ വേണ്ടിക്കല്ലേ ഇഷ്ടമാണേ. ഞാൻ ഈ കാസ്റ്റ് ചെയ്യേണ്ട പാത്രത്തിൽ തന്നെ ഈ വൈറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കാരണം എന്താണെന്നറിയോ, ഇത് എന്താ പറയുക കുക്ക് ചെയ്യുമ്പം കറ ഇളകി വരുന്നതെന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. അതിന് ഇത് നോക്കിയാൽ ഞാൻ വൈറ്റ് ആയിട്ടല്ലേ ഉണ്ടാക്കി, എന്നിട്ട് കറ ഇറങ്ങിനോ നോക്കിയേ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു ചിലത് കംപ്ലൈൻറ്റ് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ കൊടുക്കുക. എൻ്റെ കയ്യിൽ കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ആ ചോറും ഇത് നോക്കിയാൽ പച്ചടി അടിപൊളിയല്ലേ. പിന്നെ പരിപ്പറി ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ കാര്യം മുഹമ്മദിന് വേണ്ടിക്ക്. പിന്നെ ഇതാ നമ്മുടെ മീനിൻ്റെ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചെമ്മീൻ ഞാനൊക്കെയും കൂട്ടൂല, രണ്ടാക്കും അലർജിയാണ് അങ്ങനെ. അപ്പോൾ ചോറ് 2 ടൈപ്പിലെ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കലാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിക്ക് കുറേ നാളായി എന്നോട് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാ ഞാൻ ചെയ്യട്ടെ. എന്നാൽ അടുത്ത വീഡിയോ എന്തായാലും നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ ചെയ്യുക. അപ്പോൾ എന്താ ഞാനിനിയിപ്പം ചോറും കാര്യങ്ങളും എല്ലാം വിളമ്പലാണ്. പിന്നെ ആൽബിഡോൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങൾ എന്തായാലും നിങ്ങളെ മക്കളെ ട്യൂഷന് നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കോണ്ടാക്ട് ചെയ്തോ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. പിന്നെന്താ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങളൊരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ടിടുക. എന്നാലാണ് എന്താ പറയുക നമ്മൾ
കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക, അതുപോലെ നമ്മൾ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താം. ഞാനിപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ പോകുന്നില്ല, നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂസും കാര്യങ്ങളും കുറയും. ഇൻഷാ അല്ലാ കറക്റ്റ് ടൈം വീഡിയോസ് എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.